പോട്ടെ, കുഴപ്പമില്ല. ഒരു ബാഡ് സീസൺ അത്രയായിട്ട് കണക്കാക്കിയാൽ മതി എല്ലാവരും. എനിക്കറിയാം നെയ്മറിന്റെ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, വിഷമിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കേട്ടാ, നല്ലതുപോലെ അറിയാം. ഓക്സി വന്നപ്പോഴേ കോൺട്രവേഴ്സി ആയിട്ടാണ് കൊണ്ടാണല്ലോ വന്നത്. ബ്രോ, ഈ കോൺട്രവേഴ്സി ഓക്സി വന്നതിൻ്റെ ഒന്നും അല്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഓരോ പേരുകൾ എൻ്റെ ചാറ്റിൽ ഇങ്ങനെ സ്പാം ചെയ്യുന്നത്, അവരെ കൊണ്ടുപോയി ഇവരെ കൊണ്ടുവരാമെന്ന്. അവരെ കൊണ്ടുവരാത്തതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ ഇതാരും വിളിച്ചു പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഇറ്റാച്ചി രായനടക്കം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇത് വേണ്ടാന്ന് പറഞ്ഞത് ഞാനാണ്. ഞാൻ ഇപ്പോഴും ഇനിയാണെങ്കിലും അമ്മമാരടുത്ത് ഇപ്പോഴും പറഞ്ഞേക്കുന്നത് അതാണ്, വേണ്ട, സംസാരിക്കേണ്ട, വേണ്ട, കുഴപ്പമില്ല, പോട്ടെ, ഇതെല്ലാം വിട്ടേ. നമ്മളതെല്ലാം അതിൽ നിന്നൊക്കെ എപ്പോഴേ നമ്മൾ പുറത്ത് വന്നതാണ്, മനസ്സിലായോ? കുഴപ്പമില്ല, ഓൾ ഗുഡ്. നമ്മളിപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അങ്ങനെ പോട്ടെ. എന്തിനാണ് വെറുതെ ഇത് സംസാരിച്ച് കഴിഞ്ഞ് അറിയാവുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൾഗറായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാണേണ്ടി വരും. അത് എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വേണ്ട, വിട്ടേരെ, പോട്ടെ. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ പോകണം, മുന്നോട്ട് പോകണം, അതങ്ങനെ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇന്ന് പോർച്ചുഗലിൻ്റെ കളിയുണ്ടല്ലേ? എത്ര മണിക്കാണ് കഴിച്ച് ഇന്ന് പോർച്ചുഗലിൻ്റെ കളി? വിഷയമാണ്. എത്ര 150 MB? മലയാളി സെർവറോ? മലയാള സെർവർ അല്ല, മലയാളി ക്യാമ്പ് ഉണ്ട്. അടിപൊളി സെർവർ. നീ ഇല്ലാത്ത ദിവസം പറഞ്ഞേ. ജോക്കി, നിങ്ങളൊക്കെ ഇങ്ങനെ പറയല്ലേ ജോക്കി, എനിക്ക് വിഷമം വരണ ജോക്കി. ഞാൻ പിന്നെ ഇവിടെ ടി വിക്കകത്ത് എന്തൊരു മുടി പഠിക്കാൻ വരണം എല്ലാവരുടെയും. നിങ്ങൾ മാത്രം ആർപി ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളില്ലാത്ത ദിവസം പറയാ. അതേ സമയം നോക്കി നീ ആർപി ചെയ്തോ. നീ ഇല്ലാത്ത ദിവസം നിന്റെ തന്ത പറഞ്ഞോളൂ, ഞാൻ തന്തയുടെ കൂടെ ആർപി ചെയ്യാം. എന്റെ വർത്താനം എന്റെ ചന്ദ്ര ഇന്നലെ വിഷയം ആർപി ആയിരുന്നൊക്കെ പറഞ്ഞ്. ഓ, ഇന്നലെ ഞാനൊരു കാര്യം പറയട്ടെ, കൊന്ന് നടന്ന് മനുഷ്യൻ ഇപ്പൊ അതിനകത്ത് കേറി നടക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്നലെ സമാധാനമില്ലായിരുന്നു. ബോസ് ആർപി എന്ന് പറഞ്ഞിട്ട് ഡിസ്കോഡിൽ പോണ. ഞാൻ ലൈവാ. ഇന്നലെ വാറ്റിലെ ലൈവില് രാത്രി ഞാൻ വന്നായിരുന്നു. ആ, ലിജോ ചേട്ടന്റെ അല്ലേ, ഞാൻ ഇതിന് പോയതുള്ളൂടെ, റിസപ്ഷനാ പോയത് തലേന്ന്. കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു. സ്ട്രൈപ്പ് എല്ലാം സെറ്റ് ചെയ്തോട്ടോ, എല്ലാം സെറ്റായി. അതുകൊണ്ട് ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തവരുടെ എല്ലാം റീഫണ്ട് ആവുമായിരിക്കും മിക്കവാറും. നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മെമ്പർഷിപ്പ് റീഫണ്ട് ആയിട്ടില്ലെങ്കിൽ ഒന്ന് അതിന് ടിക്കറ്റ് വല്ലതും റേസ് ചെയ്താൽ മതി. നിങ്ങൾ ടിക്കറ്റ് റേസ് ചെയ്യാനല്ലോ. അതിന് എത്ര മണിക്കാ കളി? 12. ജോക്കി, നമുക്ക് ലൈവിലിരുന്ന് കണ്ടാലോ? അല്ല, വാശുകത്ര ചെയ്യാൻ ജോക്കി സ്ക്രീൻ കാണിക്കായിരുന്നാ മതി. സൗണ്ട് കേൾപ്പിക്കണ്ട, സൗണ്ട് മ്യൂട്ട് ചെയ്യാം. അതിന്റെ പർട്ടിക്കുലർ മീഡിയ എടുത്തിനകത്ത് വലിച്ചിട്ട് മീഡിയയുടെ മാത്രമായിട്ട് ഇത് ചെയ്താൽ മതി. പിന്നെ മ്യൂട്ടും ചെയ്യും. പിന്നെന്തൊരു കാണിക്കാനോ? അതൊരു സാധനം. അതായത് ഈ മറ്റേ ഈ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതല്ല, റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മറ്റേ ഇതൊന്നും ഇല്ല. നമുക്ക് ഗോൾ അടിക്കുമ്പോ അയ്യോ അമ്മേ അങ്ങനെയൊക്കെ കാണിക്കാം. അന്നേരം സെറ്റാണ്. പിന്നെ കാണുന്നവർക്ക് ഒരു വൈബ് ആയിക്കോട്ടെ. പിന്നെ സ്കോർ ബോർഡ് ആഡ് ചെയ്യാൻ പറ്റും. സ്കോർ ബോർഡ് ഇന്നലെ ജോക്ക് ഇല്ല, ഗോഗു സ്കോർ ബോർഡ് ആയിരുന്നു. അങ്ങനെ ചെയ്യാം. വാച്ചലോങ്. ഇത് ഫോറിൻ സ്ട്രീമേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാ, മനസ്സിലായോ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഈ പ്ലേയേഴ്സ് എല്ലാം ഗ്രൗണ്ടിൽ നിൽക്കണ പോലെ കാണിക്കാൻ പറ്റും. ബോൾ അങ്ങോട്ട് പോകണതൊക്കെ കാണിക്കാൻ പറ്റും. അല്ല, ഐഷോ സ്പീഡിന് ഗ്രൗണ്ട് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ലല്ലോ. ഇല്ലല്ലോ, ഐഷോ സ്പീഡിന് ഗ്രൗണ്ട് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ ഫൈനൽസ് സെമിഫൈനൽസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ലൈവ് പറഞ്ഞായിരുന്നു. ഫൈനൽസും സെമിഫൈനൽസും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അംബാസഡർ എന്തോ അല്ലേ? അയ്യോ, അങ്ങനൊക്കെ ഒരു അവസരം കിട്ടണമല്ലേ ഫിഫ ഒക്കെ സ്ട്രീം ഇടാൻ. ഐഷോ സ്പീഡിന് പോലും കൊടുക്കണില്ല. നമ്മളങ്ങോട്ട് ചെന്നാ മതി, തരുവന്മാര്. നേരെ നമ്മൾ ഫോണിലെങ്കിൽ ലൈവ് ഇട്ടാ എന്ത് പറ്റുണ്ടോ? എടാ, നമ്മൾ നേരെ പോയി ഫോണിൽ ലൈവ് ഇട്ടാല് ഞാനൊരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം അവന്മാരെ നമ്മളെ പിടിച്ചിട്ട് നമ്മുടെ ഒരു ഓവറോൾ അപ്പിയറൻസും ബാക്കി പരിപാടികളൊക്കെ നോക്കും.
പ്രത്യേകിച്ച് ഞാനാണ് പോകുന്നത്. ഞാൻ അവിടെ പോയി അങ്ങനെ കള്ള അക്ഷരം നിന്റെ ഇല്ല, മുഖത്ത് ഇല്ല, ജനിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനല്ല. നീയാണ് പോണെങ്കിൽ വല ഫോണും പിടിച്ച് മേടിച്ച് തല്ലിപ്പൊടിച്ച് ചെവിക്കൽ പറഞ്ഞ സിംഗിൾ നിന്നിട്ടങ്ങ് വിടുവര്. പക്ഷെ ഞാൻ പറയാം, കുറച്ച് പൈസയൊക്കെ ഉള്ള കോടീശ്വരന്മാരൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് ഈ വലിയ ഫേമസ് ആയിട്ടുള്ള മറ്റേ കാശുള്ള യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലേ, മറ്റേ ലക്ഷറി ലൈഫ് ഒക്കെ കാണിച്ചു വെക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ നേരെ വന്നിട്ട് അവന്മാരൊരു 100 കോടിയുടെയോ 50 കോടിയുടെയോ കോമ്പൻസേഷൻ മറ്റേ കോപ്പിറൈറ്റ് DMAC നോട്ടീസ് എല്ലാം ആയിട്ട് വീട്ടിലയക്കും. അടച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും വരില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ ബാല, ഇന്ന് ഒന്നെ കളിയുണ്ട്. പിന്നെ അതല്ലേ നമ്മളിവിടെ വെയിറ്റിംഗ്. കേരളത്തിൽ വാച്ച് അലോങ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയാത്തോണ്ട്. കേരളത്തിൽ ചെയ്യുന്നവരുണ്ടോടാ ഇത്? ചെയ്യാറുണ്ട്. പോടാ, ചെയ്യാറുണ്ട്. ആണല്ലേ? പിള്ളേരുണ്ട്. അവരെങ്ങനെ സൗണ്ട് കേൾപ്പിക്കുവോ? സൗണ്ട് എടാ ഞാൻ കാര്യം പറ്റേ ഫിഫ ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കളെ. ഞാനില്ല, ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ എന്താ ഇത് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കി വെച്ചിട്ട് ഞാൻ ഇരുന്നതാ ഇങ്ങനെ ഇടത്തോട്ട് നോക്കും, വലത്തോട്ട് അണ്ണാ ഞാൻ ഒരു ഡൗട്ട് ആക്കട്ടെ, ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാവോ? അടിച്ച് മോണ പറിക്കവന്മാരെ. അപ്പൊ ഈ ഡിസ്കോ ട്രോൾസിലൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യും? നിനക്ക് വേറൊരു കാര്യം അറിയാമോ? ഫിഫയുടെ അല്ല, മറ്റേ ഇതുണ്ടല്ലോ F1 റേസിംഗ് ഒരിക്കൽ കൊണ്ടിട്ടിട്ട് എനിക്ക് യൂട്യൂബിൽ ഒരു സ്ട്രൈക്ക് മേടിച്ചു തന്നതാണ് ഒരു അച്ചി. നിന്നെ എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാം. നീ എല്ലാവട്ടും ഡിസ്കോഡിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ F1 ഇത് കാണുന്നത് ഞാൻ പ്ലേ ചെയ്യത്തില്ല. അല്ല, കഴിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് നീ കാണാൻ തോന്നുന്നു. എടാ പോടാ അവിടുന്ന്, ഒന്നും കാണാൻ പറ്റൂല. ഡിസ്കോ ട്രോൾസ് വരുമ്പോ കാണുന്ന പോലെ അല്ലളിയാ ലൈവ്. ഇത്ര സെക്കൻഡ്സിന് മോളിൽ കണ്ടിന്യൂസ്, അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊക്കെ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നീ ഒരു അളിയ, ഞാൻ വേറെ ഐഡിയ പറയാം അളിയ നിന്റെ അടുത്ത്. ഈ സൗണ്ട് ഒക്കെ വെച്ചാണ് അളിയ ഇവര് ഡിറ്റക്ട് ചെയ്യുന്നത്. നീ ഒരു കാര്യം നീ കിക്കില് ലൈവ് ഇട്ടിട്ടെ അളിയ, സൊടക്ക് മേലെ സൊടക്ക് ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഇതിന്റെ ഈ സ്ക്രീൻ മാത്രം കാണിച്ച് സൗണ്ട് കേൾപ്പിക്കരുത്. നീ അങ്ങ് ചെയ്യാളിയ. ഞാൻ ഉണ്ട് കൂടെ, നിന്റെ കൂടെ ഞാൻ ഉണ്ട് അളിയ, നിന്റെ കൂടെ ഞാൻ ഉണ്ട് നിന്റെ കൂടെ. നീ കളിയ, നമ്മളെല്ലാരും ഉണ്ട്. ദേ ഇവിടെ 14,600 പേരുണ്ട്, അവരും വരും. നിങ്ങളും വരില്ലേ ഗൈസ്? ചന്ദ്രന്റെ കൂടെ നിങ്ങളില്ലേ? ചന്ദ്രന്റെ കൂടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചന്ദ്രന്റെ കാര്യം എപ്പിസോഡില് ഞാൻ ഇരുന്ന് നെഞ്ചു പൊട്ടിക്കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ നാളത്തെ ലൈവ് വരും, വല്ല 50 100 എന്തുവാടാ വേറെ ആരും ചേട്ടൻ ലൈവ് ഇടാൻ പറഞ്ഞു. ചേട്ടൻ ഇതില് കിക്കില് നമുക്ക് നോക്കാം എല്ലാവർക്കും. എടാ ഇന്നിപ്പോ അല്ല, ഇന്നൊരു വാറ് വന്നാ കളിക്കാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഇട്ടപ്പം 32 പേരാണ് ഇന്ന് അവൈലബിൾ. ഞാൻ വേറെ ഗ്യാങ് കയറണോ? എല്ലാ ദിവസവും കാണണം നിന്നെയൊക്കെ ഇതുപോലെ കേട്ടല്ല. എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. എന്താ വിളിയാ? കേട്ടില്ല എന്താ വിളിയാ? TG എന്ന് വിളിക്കുന്നുണ്ടെന്നോ? TJന്ന് അവര് വാറിന് വിളിക്കുന്നുണ്ടെന്ന്. അളിയാ ഞാൻ വേണമെങ്കിൽ കൊമ്പനെ വിളിച്ച് അങ്ങോട്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള പറഞ്ഞ് സോൾവ് ചെയ്ത് നിന്നെ സന്തോഷത്തോടെ കൊടുത്തുവിടാം. ഞാൻ റെഡിയാ അതിന്. നീ അവരോട് സംസാരിച്ച് ഡീലാ കളിയാത്. എങ്ങനെ ബാലൻസ് കളിയാ TVനെ? നിന്റെ അടുത്ത ചന്തിലാണല്ലോ TV ബാലൻസ് ആയിരിക്കുന്നത്. പോണാ പൂണ്ട ഇവിടുന്ന്. അയ്യോ അല്ലല്ല നിന്നെ കൊണ്ടേ ഞാൻ പോത്തുള്ളടാ. നീ ഇനി RDR ഇൻസ്റ്റാൾ ചെയ്തിട്ട് അളിയാ, അഥവാ സിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് RDR ഗോകുടെ ഇന്ന് അർജന്റീനയുടെ കളിയുണ്ടോ? DC സ്ക്രീൻ നാളെ കളിക്കേണ്ട ഒരു ഗെയിമാണ് അണ്ണാ, അത് കളിക്കേണ്ട ഗെയിമാണ് സത്യം. നിനക്ക് ഒറിജിനൽ RP കിട്ടണോ വാളിയാ? അവിടെ ഇനി ചുമ്മാ അപ്പൊ നീ TVന്റെ വേറെ നോക്കുവന്ന് 10-30 എടുത്തോണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞ എന്തിനാണ് സിറ്റി അടിച്ചു പോകുമ്പോ അങ്ങനെ അനങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയം വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ. കത്തി പോവാണെങ്കിൽ നമുക്ക് ഡിസ്കോഡ് നോക്കാം. ചന്ദ്ര വാട്സപ്പ് നോക്കണടാ. റെഡിയല്ലേ ഇന്ന് കളി കാണാൻ? എല്ലാരും കാണൂലേ? എടാ നമുക്ക് ലൈവ് കാണാം. ഞാൻ ലൈവ് ഉറപ്പായിട്ടും ഉണ്ട് ഇന്ന്. സെറ്റ് എല്ലാരും ഡിസ്കോഡിൽ ക്യാം ഓൺ ആക്കാം.
ഇന്ന് റൊണാൾഡോ ഓടും, സെറ്റ് ചെയ്തേക്കാം. കരഞ്ഞു ഓടും റൊണാൾഡോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ ഞാൻ പറയട്ടെ, ഇന്ന് പോർച്ചുഗൽ ജയിക്കും കളിയാ. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. ഇത് പോർച്ചുഗൽ ജയിക്കൂല. ഇന്ന് ജയിക്കോടാ, ഇന്ന് ജയിക്കും. ഇന്ന് ജയിക്കും. തോന്നലല്ലേ, അതൊക്കെ തോന്നലല്ലേ. ഇന്ന് പോർച്ചുഗൽ ജയിക്കും. എക്സ്ട്രാ ടൈമില് പോർച്ചുഗൽ എസ്പാഞ്ഞോൾ. സ്പെയിൻ അടിക്കും. എന്നാ തോന്നലൊക്കെ അങ്ങ് മാറുന്ന സ്പെയിൻ അടിച്ച് പെരട്ടും. ഇന്ന് സ്പെയിൻ അടിക്കുകയാണ്. അല്ല ഈകളെ ഒരു കാര്യം അർജന്റീനയ്ക്ക് പറയട്ടെ. മറ്റേ നാളെ ഊള ഈജിപ്തിനോടല്ലേ? അല്ലല്ല, ആശിന് നല്ല വിഷമമുണ്ട് അതിന്റെ. കുഴപ്പമില്ല എടാ, കുഴപ്പമില്ല. ഈകളെ ഞാൻ സ്റ്റേഡിയത്തിലോട്ട് കയറി പാല എന്റെ കൂടെ നിന്ന് പോർച്ചുഗൽ ഫാൻസും വരും സ്റ്റേഡിയത്തിലോട്ട്. ഈകളെ പറ കേക്കട്ടെ. നീ അപ്പം കമന്ററി കേൾക്കാണ്ടല്ലേ നിനക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല കേക്കാം. മീഡിയ പർട്ടിക്കുലർ മീഡിയ സോഴ്സ് എടുത്തിട്ട് മീഡിയ സോഴ്സിന്റെ വോളിയം കുറച്ചാൽ മതി. വോളിയം മ്യൂട്ട് ചെയ്താൽ മതി. എടാ വിൻഡോ ക്യാപ്ചർ അതല്ലടാ പൊട്ട അവൻ ചോദിച്ചേ കമന്റ് മ്യൂട്ട് ചെയ്തിട്ടല്ലേ കാണുന്നേന്ന്. അല്ല അങ്ങനല്ല, അണ്ണൻ കാണുമ്പോ അല്ല എനിക്ക് കേക്കാം. അണ്ണന് കേക്കാം, അണ്ണൻ ലൈവില് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കേക്കാം. സ്പെയിൻ ജയിക്കും. നമുക്ക് അല്ല ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതാ. ഇന്ന് പോർച്ചുഗൽ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോർച്ചുഗൽ ജയിക്കണം ഇന്ന്. അത്രേ ഉള്ളു, അണ്ണൻ ജയിക്കൂലേ. സ്പെയിൻ എടുക്കും. റൊണാൾഡോ ഫാനാണ്. അല്ലല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞേ. റൊണാൾഡോ ഫാൻ എനിക്കല്ല. ഞാൻ മെസ്സിയുടെ കളി എല്ലാം കാണണം. എനിക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാവരും കളി കാണും. ഞാൻ ഇരുന്ന് നീ കണ്ടിട്ടില്ലേ ഒരു ഇഷ്ടപ്പെട്ട അല്ല എനിക്ക് ടീം സിങ്ക് തോന്നിയത് ഈ വട്ടം ഈ പോർച്ചുഗലിനേക്കാളും എനിക്ക് തോന്നിയത് അർജന്റീനയ്ക്കാ. എനിക്ക് അർജന്റീന പ്ലേയേഴ്സ് എല്ലാരും മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള പ്ലേയേഴ്സ് ആയിട്ടാ തോന്നിയത്. നേരെ തിരിച്ച് പോർച്ചുഗൽ അതില്ല. പോർച്ചുഗലില് ഈ പറയണ അവരുടെ പോലത്തെ ഒരു ലെജൻഡറി പ്ലെയറിന് ഒരു നല്ലൊരു ഫെയർവെല് കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവന്മാർക്ക് ഇല്ല. അതാണ് പ്രശ്നം. പക്ഷെ നേരെ തിരിച്ച് അർജന്റീനയിലെ എല്ലാ പ്ലേയേഴ്സിനും ഉണ്ട് മെസ്സിക്ക് ഒരു ലെജൻഡറി ഫെയർവെല് കൊടുക്കണമെന്ന്. അതാണ് എനിക്ക് തോന്നിയത്. ഒരു പുതിയ വ്യൂവർ എന്നുള്ള ഒരു രീതിയായിട്ട് പോലും എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ് സത്യം പറഞ്ഞത്. സത്യം. അതാരാ എടാ നെയ്മർ റിട്ടയർഡ് ആയോ? പൂടാ അതല്ലേ ഇന്നലെ ഞാൻ വിഷമിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് നെയ്മർ പോയെന്ന്. സിറ്റി വീണ്ടും ഇന്റർനാഷണൽ നിർത്തി, ക്ലബ് കളിക്കായിരിക്കും. എടാ അതെന്താ നെയ്മറിന് എത്ര വയസ്സുണ്ട് അപ്പം? പ്രായത്തിനല്ലേ പുള്ളിക്ക്? നെയ്മറിന് വലിയ പ്രായമൊന്നുമില്ല. പുള്ളിക്ക് വലിയ ഇഞ്ചുറി ആയിരുന്നല്ലേ പറ്റിയത്? അതെ. 1000 ഇത്ര ദിവസം പുള്ളി ബെഞ്ചിലായി. ആ ടൈമിലല്ലേ പുള്ളി ഗെയിം ഗ്രൈൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് തുടങ്ങിയത്? ആ സമയത്തായിരുന്നു പുള്ളി. എനിക്കറിയാം, ഞാൻ കാണാറില്ല. CS:GO കളിക്കും, എല്ലാം കളിക്കുമായിരുന്നു പുള്ളി. എല്ലാം കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ഇത് കളിക്കുമായിരുന്നു, എന്താ വാലറിന് കളിക്കുമായിരുന്നു ഇടയ്ക്ക്. പിന്നെ മറ്റേ നല്ല ഗെയിമറാ. അതെ. പിന്നെ മറ്റേ ഇതല്ലേ എടാ എന്താ നമ്മളെല്ലാം കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. പേര് പോലും മറന്നുപോയി. മറ്റേ സ്പീഡുള്ള ഗെയിം CS:GO ആണ് കൂടുതൽ കളിക്കാറുള്ളത്. ഫൈനൽസ് കളിക്കുമായിരുന്നു. ഫൈനൽസ് കളി ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഡോട്ട കാണാറുണ്ട്. റോക്കറ്റ് ലീഗ് എല്ലാം കളിക്കണം. അവരെല്ലാരും എല്ലാ ഗെയിംസ് ഇരുന്ന് ചുമ്മാ ചില്ലാവാൻ കളിക്കണം നമ്മളെ പോലെ. നെയ്മറിന്റെ കാര്യം ഓർത്ത് വിഷമമുണ്ടോ? അത് സത്യം. ഇന്നലെ കരഞ്ഞു കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് കൂടെ വിഷമം വന്നു. സത്യം പറഞ്ഞ ഞാനോട്ട് എന്താ അറിയോ, റിട്ടയർ ആയെന്നല്ലേ ഞാൻ വിചാരിച്ചേ. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി കളി തോറ്റേന്റെ വിഷമമാണ് എന്നുള്ളൊരു രീതിയാ. അല്ലല്ല, പുള്ളി ലാസ്റ്റത്തെ മാച്ച് ആയിരുന്നു. അതാ ഭയങ്കര വിഷമം കേട്ടപ്പോ. കുഴപ്പമില്ല, ഇന്നിപ്പോ റൊണാൾഡോ വരുമല്ലോ. എന്താ പ്രശ്നം? എടാ ഇറ്റാച്ചിയെ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ വേറൊരാളെ തള്ളി പറയാനാണ് നിന്റെ പോലെ പക്ഷികളുടെ. അത് ഇവനല്ല, സത്യം. അണ്ണ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള അണ്ണ, ഈ പ്രാവശ്യം നെയ്മർ റൊണാൾഡോ മെസ്സി ആരും കപ്പടിക്കില്ല. എടാ ഞാൻ വേറെ കാര്യം പറയട്ടെടാ. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ബാക്കി രണ്ടുപേരും എന്തായാലും ഈ വർഷം നിർത്തും. എന്റെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഈ വട്ടം ഒന്നെങ്കിൽ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ ആരെങ്കിലും ഒരാൾ കപ്പടിച്ച് ഒരാൾക്കെങ്കിലും ഒരു നല്ലൊരു ഫെയർവെല് കിട്ടണം. ഒരാൾക്കെങ്കിലും. ഈ പ്രാവശ്യം ഫ്രാൻസ് കൊണ്ടുപോകും.
മെസ്സി അടുത്തോളം കളിക്ക്. മെസ്സിക്ക് 42 വയസ്സാകത്തുള്ളൂ മെസ്സിക്ക്. ഈ പ്രാവശ്യം ഫ്രാൻസ് കൊണ്ടുവന്ന ഫ്രാൻസ്. അല്ല സപ്പോർട്ട് ചെയ്ത് നീ ഏത് ടീമായിരുന്നു ആശേ? ഞാൻ ബ്രസീൽ. ഈ വട്ടത്തെ കോള് കഴിഞ്ഞു നിന്റെ. ഇനിയിപ്പോ അടുത്തോളം താങ്ങണ്ട. അടുത്തോളം താങ്ങാൻ പറ്റില്ല. ഒരാളെ പറഞ്ഞ അപ്പൊ തന്നെ ജേഴ്സി മാറിയണ്ട. പോയി ഞാൻ ഒരു ടീം ഇല്ല അതാ ഇട്ടുപോയി. ഇനിയിപ്പോ ഫ്രാൻസ് ആണ്. നീ ഒരുമാതിരി മറ്റേ പണ്ടത്തെ MRC ഓഡിയൻസിനെ പോലെ അവന്മാരുടെ ഗ്യാങ്ങില്ലാത്തപ്പോ T47 സപ്പോർട്ട് ചെയ്യണ പോലെ ആവല്ലേ? ഞാൻ നിർത്തിയാ തിരിച്ച് ബ്രസീലിലോട്ട് ക്ലബ് ഫൈറ്റെങ്കിലും കാണാം. കണ്ണാപ്പിയുടെ പരിപാടി ഫ്രാൻസ് എന്ന് പറഞ്ഞു. 12 പറഞ്ഞു. എടാ എന്നെ ഒന്ന് ഡിസ്കൗണ്ട് അടിക്കോ? ഹലോ കേക്കാവോ? വെൽക്കം. കേക്കാം. താങ്ക് യു സോ മച്ച്. എടാ ഒരു മിനിറ്റ്. എടാ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ. കേസ് അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം കൂടെ ഒന്ന് പറയണം തോന്നി. ഇത് ജസ്റ്റ് അങ്ങ് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് സമയമേ, നിങ്ങളുടെ എല്ലാവരുടെ വിലയേറിയ 2 മിനിറ്റ് സമയം. ഞാൻ ലൈവ് വരാത്ത ദിവസങ്ങളിലെല്ലാം എനിക്ക് നല്ല ഒരുപാട് ഇങ്ങനെ മെൻഷനുകൾ വരും, എനിക്കിങ്ങനെ തെറികൾ വരും, ഇതൊക്കെ വരും. ഗ്യാങ് സ്ലോട്ട് കൊടുറാ, ഗ്യാങ്ങിന് ഇത് കൊടുറാ, ഗ്യാങ്ങിൻ്റെ അത് കൊടുറാ, നിനക്ക് നാണമില്ല, നീ പേടിച്ചിട്ടാണോ ഞങ്ങളുടെ ഗ്യാങ്ങിനെ ഇവിടെ കൊണ്ടുവരാത്തത് എന്നൊക്കെ പറഞ്ഞ് 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പൈതങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഈ പൈതങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം നിനക്ക് ബുദ്ധിയില്ല. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാൻ പോകണില്ല. ഗൈസ്, ഗ്യാങ് മോണിറ്ററിങ് ടൈമിൽ തെങ്ങ കയറാനും മാങ്ങ പറിക്കാനും നടന്നിട്ട് ബാക്കിയുള്ള ഗ്യാങ്സ് ഇവിടെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് 500 പോയിന്റ്സ് എടുത്ത് അപ്പോൾ 500 പോയിന്റ്സ് എടുത്ത് അവരെ ടോപ്പ് 3യിൽ നിൽക്കുന്ന ഗ്യാങ്സിനാണോ സ്ലോട്ട് കൊടുക്കേണ്ടത്, അതോ മാങ്ങ പറിക്കാനും മറ്റേ ഒളിച്ചിരിക്കാനും പോയവന്മാർക്കാണോ സ്ലോട്ട് കൊടുക്കേണ്ടത്? എടാ ബേസിക് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കും ബ്രോ. ആരും ഇവിടെ ഒന്നും ടാർഗറ്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലൈവിലിരുന്ന് ഓരോ അപരാധങ്ങൾ പറയുന്നത് അഡ്മിൻസിനെ ട്രിഗർ ആക്കുന്നതുകൊണ്ടാണ് അവർ ഇതാക്കുന്നത്. അല്ലാതെ എൻ്റെ റോൾ കൊണ്ടല്ലേ. എനിക്ക് നിന്നെയൊക്കെ പിടിച്ച് തല്ലാനാണ് ആഗ്രഹം. ഇപ്പോഴും പറയുക, നീയൊക്കെ ഇവിടെ ഗ്യാങ് ആയിട്ട് വന്നിട്ട് നിന്നെയൊക്കെ പെറുക്കിയിട്ട് വീണ്ടും തല്ലാനാണ് നമുക്കൊക്കെ ആഗ്രഹം. ഞങ്ങൾ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളെ ഇതാക്കണം. ബേസിക് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കുക. അല്ലാതെ അതിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് സെർവറിൽ സ്ലോട്ട് കൊടുക്കാത്തത്, ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യാത്ത ഇത് ചെയ്യാത്ത എന്ന് പറഞ്ഞ് മറ്റേ ഹേറ്റ് ഉണ്ടാക്കുന്നതല്ല. അതല്ല ശരി. നിനക്ക് ആദ്യം മനസ്സിലാക്ക്. എൻ്റെ അമ്മ എന്തൊക്കെയാണോ പറഞ്ഞ് പിടിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സെർവർ തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന് മറ്റേ 25 ലക്ഷം രൂപയ്ക്ക് സെർവർ തുടങ്ങാൻ പോവാണെന്നൊക്കെ തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഗതികേട് എന്താണെന്ന്. വേറെ ഒന്നും പറയല്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്വന്തം പ്ലേയേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയണം നീയൊക്കെ. അവർ മോണിറ്ററിങ് പീരീഡിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഗ്യാങ് ആവാത്തത്. അല്ലാതെ ആരുടെയും പിടിപ്പ് ഇതുകൊണ്ടൊന്നും അല്ല. ബാക്കി എല്ലാവരും വന്നല്ലോ. ബാക്കി VH വന്നല്ലോ ഇവിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കട്ട് ഓഫ് ചെയ്യാനാണെങ്കിൽ VH കട്ട് ഓഫ് ചെയ്തോടെ. ഞാൻ ഇതൊക്കെ എനിക്ക് റോൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അങ്ങ് തലേ വെച്ച് തരണം. പറയാതിരിക്കാൻ വയ്യ. പേ ഔട്ട് കൊടുക്കും. കേട്ടിട്ടുണ്ട്. പേയ്മെന്റ് ഫോർ കേട്ടിട്ടുണ്ട്. എല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞുതരാം. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം പ്ലീസ്. ഈ MRC ഓഡിയൻസിനോട് വല്ല ബാക്കി RX ഉണ്ടോ അതിൻ്റെ ഒക്കെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ, ഒരു സെർവർ തുടങ്ങുകയെന്ന് പറയുന്നത് നോട്ട് എ സിമ്പിൾ ടാസ്ക്. നിങ്ങൾക്ക് ഇപ്പോഴും പറയാം. നിങ്ങളിനി ഒരു സെർവർ തുടങ്ങിയാൽ പോലും അത് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മര്യാദയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അത് വലിയ പാടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പാടുള്ള കാര്യമാണ്. അത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. വാ. ഹലോ, നമ്മുടെ ബാക്കി പയ്യന്മാർ റേഡിയോ ഒന്നും വരുന്നില്ലല്ലോ. റേഡിയോ ഇല്ല. റേഡിയോ കണക്ട് ആവുന്നില്ലടാ. ഇല്ല. ഓ എന്തിനാ എടാ. ഞാൻ എൻ്റെ RP സമയം മാറ്റിയാൽ എനിക്ക് RP ചെയ്യാൻ പറ്റുമോ? പറ്റും. എപ്പോ ഇടണം? ചാനലിന്റെ പേരും എല്ലാം മാറ്റണം. ശബ്ദം ഓപ്പറേറ്റ് ചെയ്ത് കളയണം ഇനി ചൈനയിൽ പോയിട്ട്. ശബ്ദം
ഫ്ലഫി ഇൻവൈറ്റ് ചെയ്തത് അറിഞ്ഞായിരുന്നോ? എനിക്കെല്ലാം അറിയാമായിരുന്നു, എനിക്കെല്ലാം അറിയാം. എടാ ഞാൻ ഇതൊക്കെ ഓരോരുത്തർ പറയട്ടാ. ഞാനിങ്ങനെ ഓരോ ദിവസം എന്തിനാ വന്ന് ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറഞ്ഞ് ഞാൻ തന്നെ മടുത്ത് കേട്ട്. നിങ്ങളൊരു സമാധാനത്തിനാണ് ലൈവ് കാണാൻ വരുന്നത്. അപ്പം ലൈവ് കാണാൻ വരുമ്പോൾ ഇവിടെ ഡെയിലി അടിയും വഴക്കും അതും കണ്ട് നിങ്ങളുടെ ഉള്ള സമാധാനോടെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിതൊക്കെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? സംസാരിക്കണ്ട, നമുക്ക് സന്തോഷമായിട്ടിരിക്കുക. ഇനി മൈൻഡ് ചെയ്താൽ വിടണം, അല്ലാതെ അത് നടക്കില്ല. നമ്മൾ അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കൺസേൺ ചെയ്തതാണ് പ്രശ്നം. ഒരു പുള്ളി പുറത്തെന്തോണ് കേട്ടോ, നമ്മുടെ ദുബായിൽ എന്തോ ഇരുന്ന് ലൈവ് കാണുന്ന ഒരു പുള്ളിയാണ്. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, പുള്ളി അതിനു മുമ്പത്തെ മേളിലോട്ടുള്ള മെസ്സേജ് എല്ലാം നല്ല മെസ്സേജുകൾ എന്ന് വെച്ചാൽ, മോനെ എടാ നീ ടേക്ക് കെയർ ചെയ്യണം, ഹെൽത്തൊക്കെ നോക്കണം, ഫുഡൊക്കെ കഴിക്കണം. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് മുട്ടം വിളി അടിച്ച് കിണ്ടിയായിട്ട് രാത്രിയിൽ എന്നെ, ഞാനൊരു ബിയർ കേട്ടിട്ടുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇവന്മാരൊന്നും മൈൻഡ് ചെയ്യരുത്, ഇത് RP ചെയ്യണം, പിന്നെ സമയം മാറ്റണം, RP ചെയ്യണം, സമയം മാറ്റിയ രാത്രി 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ PL ഇല്ല, ഞാൻ ഉറങ്ങാതിരുന്ന് കണ്ടോളാം പറഞ്ഞോട്ടെ. പുള്ളി എന്തൊക്കെ കേക്കണം ദൈവമേ എനിക്ക്. അയ്യോ എടാ ബ്രോ, ഞാൻ പറയട്ടെ, സമയം മാറ്റിയത് കൊണ്ട് ഒരിക്കലും ഇത് ഫിക്സ് ആവാൻ പോണില്ല. സമയം മാറ്റിയത് കൊണ്ട് ഒരിക്കലും ഇത് ഫിക്സ് ആവില്ല. സമയം മാറ്റിയാലും ഞാൻ ഇടുന്ന സമയത്ത് വീണ്ടും അടിക്കും. നിങ്ങൾക്ക് നല്ല RP കാണണമെങ്കിൽ ലൈവ് വരാതിരിക്കാൻ പറ. ഞാൻ ലൈവ് വരാതിരിക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നല്ല ചന്ദ്രനൊക്കെ ചെയ്ത പോലെ നല്ല നല്ല RPകൾ നിങ്ങൾക്ക് കണ്ട് സന്തോഷിക്കാം. അയ്യോ അല്ലാതെ എന്ത് ചെയ്യാനാ അണ്ണാ? ഇത് DDoS അല്ല, സെർവർ സൈഡ് ഇഷ്യൂ ആണ്. എടാ അല്ലടാ, DDoS ഉണ്ടോ നമുക്ക്? DDoS നല്ലോണം ഇപ്പൊ പോലും വിളിച്ചതേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചപ്പോഴും ബ്രാവോ പറഞ്ഞതാണ്. ഹലോ, ഗോട്ടറിലെ ഗോട്ട് റൊണാൾഡോ പറഞ്ഞു കാലുകൊണ്ട് തട്ടാൻ പറയുമ്പോ കൈ കൊണ്ട് ഞാൻ സിറ്റി കയറി നല്ലൊരു RP ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി. ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡിസ്കോഡ് നോക്കണ ഡിസ്കൗണ്ട് നോക്കേ. വേറെ എന്നാ ഞാൻ RP കയറാൻ വേണ്ടി ചോദിച്ചാ. അല്ല നീ RP ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ നിർത്താം, ഞാൻ ഡിസ്കോഡ് നോക്കാം. നല്ല RP ആയിരുന്നു. ഗ്യാങ്സിന്റെ വാതിൽ തുറന്ന സീനൊക്കെ എന്ത് വിഷയം, സിനിമാറ്റിക് അളിയാ, നിങ്ങൾ ഇപ്പൊ ഇതിന് തമാശക്ക് പറയട്ടെ. ഞാൻ നാളെ ഓവർ തിങ്കിങ് മൊമെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ കരിയർ അവസാനിപ്പിച്ച് പൊക്കളയും. അളിയാ, പിന്നെ നീ തിരിച്ച് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചാൽ പോലും ഞാൻ RP കയറില്ല. ഞാൻ ലീഡർ ആവൂലേ? എന്നാ ഞാനേ കുറച്ചു നേരം ഡിസ്കോഡ് നോക്കിട്ട് വരാം, മേളിലുണ്ടോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഡിസ്കോഡ് നോക്കിയിട്ട് സിറ്റി വന്നില്ലെങ്കിൽ TVയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളവന്മാരെ എല്ലാം വിളിച്ച് എനിക്ക് നോക്കി ഒരു മിനിറ്റ് നോക്കി നമുക്ക്. എന്നിട്ട് സിറ്റി റെഡി ആയില്ലെങ്കിൽ ഡിസ്കോഡ് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ TVയിലെ എല്ലാവന്മാരെയും പിടിച്ചിരുത്തി നമ്മൾ ഒരുമിച്ചിരുന്ന് മറ്റേ പെയിന്റ് അടിക്കാം കുറച്ചു നേരം. എടാ പിന്നെ എല്ലാവരും ഒന്ന് ഡ്രാഗ് ചെയ്തോ ഇങ്ങോട്ട്. എനിക്ക് കാര്യം പറയാനുണ്ട്. എല്ലാരും ഞാൻ ഡ്രാഗ് ചെയ്ത ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് എന്തിനാഴ്ച? 6 എടാ ബുധനാഴ്ച രാത്രി പറഞ്ഞേക്ക് ചന്ദ്ര ഒരു മിനിറ്റ്. ബുധനാഴ്ച രാത്രി ഗ്യാങ് RP. അതായത് എല്ലാവർക്കും ഞാനൊരു ഹിന്റ് മാത്രം തരാം. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. 30 പേര് ഞാൻ ഓൾറെഡി നമ്മൾ ഇന്ന് അവൈലബിൾ ലിസ്റ്റ് ഇട്ട അത്രയും പേര്. ഗ്രൂപ്പ് ഓഫ് 3, ഒരു ഗ്രൂപ്പിൽ 3 പേര്. ഞാനും ചന്ദ്രനും ജോക്കിയും അപ്പാപ്പനും ഞങ്ങൾ 4 പേരും മാത്രമായിരിക്കും അവിടെ ജഡ്ജ് പോലെ ഇരിക്കുന്നത്. ജഡ്ജല്ല, നിങ്ങളുടെ പ്രസന്റേഷൻ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഗ്രൂപ്പ് ഓഫ് 3 അടങ്ങുന്ന 10 ഗ്രൂപ്പായിരിക്കും. ഈ 10 ഗ്രൂപ്പിലുള്ളവരും സിറ്റിയിലെ ഏറ്റവും നല്ല ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് തമാശയായിട്ട് പ്രസന്റ് ചെയ്യാം, സീരിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, അല്ല ഇന്നോവേറ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, എന്ത് വേണേൽ പ്രസന്റ് ചെയ്യാം.
എന്നാ ചന്ദ്രനെ വിട്ടുതരോ ബിസിനസ് ഇപ്പോഴേ റെഡി. അപ്പൊ ഇതാണ് ത്രെട്ട് ഇതാണ് ബുധനാഴ്ച സാധനം ചെയ്യുന്നു. നമ്മള് നമ്മുടെ പ്രൈവറ്റ് സെർവർ ടർഫ് സെർവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്രിപ്പയർ ചെയ്തിട്ട് വരണം എല്ലാരും. ഓക്കെ, ഇപ്പൊ ചൂടൊക്കെ ആയത് ബുധനാഴ്ച കാരണം ഇത് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിലെ വാക്ക് കൊടുത്തു. അപ്പൊ ഈ ആഴ്ചത്തെ ഗ്യാങ് ആർപി ഇതാണ്, ബുധനാഴ്ച. ഓക്കെ,